ഫ്രാൻസിലെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കെ ഇസ്ലാമിക് സ്റ്റേറ്റ് അനുഭാവികളായ 2 തീവ്രവാദികളാൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഫാദർ ജാക്വസ് ഹാമലിന്റെ മരണത്തിന് ഒരു പതിറ്റാണ്ട് പൂർത്തിയാകുമ്പോൾ ക്രിസ്തീയ ക്ഷമയുടെ മഹത്തായ സാക്ഷ്യവുമായി സഹോദരി. തന്റെ സഹോദരനായ ഫാദർ ജാക്വസ് ഹാമലിനെ കഴുത്തറുത്ത് കൊന്ന പ്രതിയുടെ അമ്മയെ ചേർത്തുപിടിച്ച സഹോദരിയായ റോസ്ലിൻ ഹാമലിന്റെ ക്ഷമിക്കുന്ന ക്രിസ്തു സാക്ഷ്യം ഏറെ ചർച്ചയാവുകയാണ്. 2025 ജൂബിലി വർഷാചരണത്തിന്റെ ഭാഗമായി അടുത്തിടെ റോമിൽ നടന്ന പരിപാടിയിലാണ് അധികമാരും അറിയാത്ത ആ സംഭവം റോസ്ലിൻ വെളിപ്പെടുത്തുന്നത്. ഈ ലോകത്ത് അനേകർ തങ്ങളുടെ സൗകര്യാർത്ഥം തിന്മയ്ക്ക് കീഴടങ്ങുമ്പോൾ നന്മയ്ക്കും സ്നേഹത്തിനും സാക്ഷ്യം വഹിക്കുന്ന വിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും ഇപ്പോഴുമുണ്ടെന്ന് റോമിലെ സെന്റ് ലൂയിസ് പള്ളിയിൽ നൽകിയ സന്ദേശത്തിൽ റോസ്ലിൻ പറഞ്ഞു. കൊലപാതകത്തിന് 6 വർഷം മുമ്പ് തന്നെ തന്റെ സഹോദരൻ മുസ്ലിം സമുദായവുമായി മതാന്തര സംവാദം നടത്തുവാൻ തുടങ്ങിയിരുന്നു. നാം എല്ലാവരും മനുഷ്യരാണ്, നമ്മളെല്ലാം സഹോദരന്മാരാണ്, ഒരേ പിതാവിന്റെ മക്കളാണ്. തന്റെ സഹോദരന്റെ ജീവിതം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അവസാനം വരെ സമർപ്പിച്ച ജീവിതത്തിന്റെ ഓർമ്മയാണെന്ന് അവർ അനുസ്മരിച്ചു. സഹോദരന്റെ മരണത്തിന് ഏതാനും ആഴ്ചകൾക്ക് ശേഷം കഠിനമായ വേദനയെ തുടർന്ന് റോസ്ലിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകേണ്ടി വന്നു. ഇതിനിടെ തന്റെ സഹോദരനെ കൊലപ്പെടുത്തിയ 19 വയസ്സുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ്സ് അനുഭാവിയായ അഡൽ കർമിച്ചയുടെ അമ്മയെ കണ്ടെത്തുവാൻ അവർ ശ്രമിച്ചിരുന്നു. സഹോദരി ആദ്യം ഫോണിൽ വിളിച്ചാണ് പ്രതിയുടെ അമ്മയുമായി സംസാരിച്ചത്. പിന്നീടാണ് കൂടിക്കാഴ്ച നടന്നത്. റൂവനിലെ ആർച്ച് ബിഷപ്പ് ഡൊമിനിക് ലെബ്രൂണും റോസ്ലിനൊപ്പം ഉണ്ടായിരുന്നു. ഫാദർ ഹാമലിന്റെ സഹോദരിയെ കണ്ടപ്പോൾ പ്രതിയുടെ അമ്മയായ എൻകിർമിച്ചെ നിറകണ്ണുകളോടെ ആദ്യം പറഞ്ഞ വാക്ക് എന്നോട് ക്ഷമിക്കൂ എന്നായിരുന്നു. ഞാൻ മാപ്പ് സ്വീകരിക്കാനല്ല വന്നത്, മറിച്ച് നമ്മുടെ വേദനകൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യുവാനാണ് എന്ന മറുപടിയോടെ പരസ്പരം കെട്ടിപ്പിടിച്ചു കരഞ്ഞുവെന്ന് റോസ്ലിൻ പറയുന്നു. കർമിച്ചയുമായി ഞാൻ പങ്കിടുന്ന ഈ ബന്ധം ഇന്ന് വളരെ ശക്തമാണ്. ഞങ്ങൾ പരസ്പരം പിന്തുണയ്ക്കുവാൻ ശ്രമിക്കുന്നു, കാരണം ഞങ്ങൾ രണ്ടുപേരും തീവ്രവാദത്തിന്റെ ഇരകളാണ്. സമാധാനത്തിനായി പ്രവർത്തിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടെന്നും റോസ്ലിൻ പറയുന്നു. 2016 ജൂലൈ 26 നോർമണ്ടിയിലെ സെയിന്റ് എറ്റിയാനെ ഡു റൗണ്ട്രെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് അനുഭാവികളായ ആഡൽ കർമിച്ചെ, അബ്ദേൽ മാലിക് എന്നീ യുവാക്കൾ 85 വയസ്സുകാരനായ ഫാദർ ജാക്വസ് ഹാമലിനെ അള്ളാഹു അക്ബർ എന്ന വിളിയോടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. കൊല്ലപ്പെട്ട ഫാദർ ഹാമൽ റോമിലെ രക്തസാക്ഷികളുടെ പട്ടികയിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. സാധാരണയായി നാമകരണ നടപടികൾ തുടങ്ങുവാൻ മരണത്തിന് ശേഷം 5 വർഷം കഴിയണമെന്ന വ്യവസ്ഥ ഒഴിവാക്കിക്കൊണ്ട് ഫാദർ ഹാമലിന്റെ നാമകരണ നടപടികളുമായി മുന്നോട്ടു പോകുവാൻ ഫ്രാൻസിസ് പാപ്പ നേരത്തെ തന്നെ അനുവാദം നൽകിയിരുന്നു.